ഞാൻ എൻ്റെ വീട്ടിൽ പോയി അമ്മയുടെ കയ്യിൽ പിച്ചാത്തി കൊടുത്തിട്ട് പറഞ്ഞു, അമ്മേ ഞാൻ ഈ പണിയൊക്കെ നിർത്തി, ഞാൻ മാനസാന്തരപ്പെട്ടു. ആർക്കും വിശ്വാസം വരുന്നില്ല. പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഞാൻ പോയി പ്രിൻസിപ്പളിനെ പോയി കണ്ടു. ഞാൻ പ്രിൻസിപ്പളിനോട് പറഞ്ഞു, അച്ഛാ ക്ഷമിക്കണം, ഞാൻ മാനസാന്തരപ്പെട്ടു. അച്ഛൻ എന്നോട് ചോദിച്ചു, നിനക്കെങ്കിൽ നേരത്തെ മാനസാന്തരപ്പെട്ടുകൂടായിരുന്നോ? അങ്ങനുണ്ട് ഈ കോളേജിലെ കുറേ ഗ്ലാസ്സെങ്കിലും പൊട്ടാതിരിക്കുമായിരുന്നല്ലോ. പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് നമ്മോടൊപ്പം ഷെയർ ചെയ്യേണ്ടതിന് ക്ഷണിക്കപ്പെട്ട് കടന്നു വന്നിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനും എൻ്റെ സ്നേഹിതൻ കൂടിയായ പാസ്റ്റർ ജോസ്മോൻ പത്രോസ് അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഏവർക്കും വളരെ അനുഗ്രഹമായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ആകയാൽ ഈ സാക്ഷ്യം നമുക്കെല്ലാവർക്കും ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാൻ നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോസ്മോൻ പത്രോസ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ പാസ്റ്റർ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിലാരൊക്കെയുണ്ട്? ഞാൻ ജോസ്മോൻ പത്രോസ്, എൻ്റെ ഭാര്യ ഡെൻസി ജോസ്, എനിക്ക് 2 മക്കളുണ്ട്. എൻ്റെ മൂത്ത മകൾ ഏഞ്ചൽ, മകൻ ആശിഷ് പീറ്റർ ജോസ്. അവർ പഠിക്കുന്നു. ഞങ്ങൾ ഗ്വാളിയറിൽ മധ്യപ്രദേശിൽ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്തു വരും. ആമേൻ. കർത്താവിൻ്റെ ദാസനെയും കുടുംബാംഗങ്ങളെ പരിചയപ്പെടുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമാറ്റിയുടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി തുടർമാനമായി സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാല് പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ ദൈവദാസനുള്ള നന്ദി അറിയിക്കുന്നു. എന്നെ ഈ അരോമ ടി വിയിൽ പരിചയപ്പെടുത്തിയ കർത്താവിൻ്റെ ദാസൻ ബ്രദർ ബിനോയ്സ് കരിയ, അദ്ദേഹത്തിന് ഈ സമയത്ത് ഞാൻ ക്രിസ്തുവിലുള്ള എൻ്റെ നന്ദി അറിയിക്കുന്നു. കേരളത്തിൽ കൊല്ലം ജില്ലയിൽ പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. എനിക്ക് പപ്പ, മമ്മി, 2 സഹോദരന്മാർ, 2 സഹോദരിമാർ, ഞങ്ങൾ 5 പേര് ഉള്ളൊരു കുടുംബമാണ്. ഞാൻ 4ാമത്തെ മകനാണ്. എൻ്റെ പപ്പ ചില നാളുകൾക്ക് മുമ്പ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ പപ്പ തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. എൻ്റെ ബാല്യകാലം വളരെ ദുഃഖകരമായ സമയങ്ങളായിരുന്നു. പപ്പ മദ്യപാനി ആയിരുന്നതുകൊണ്ട് ഞങ്ങളൊരു സാധാരണ കുടുംബത്തിൽ പെട്ടവരായിരുന്നു. വീട്ടിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിച്ചു. 5 മക്കളായിരുന്നത് കൊണ്ടുള്ള എല്ലാത്തരം പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ പപ്പായ്ക്ക് പത്തനാപുരത്ത് കല്ലുംകടവിൽ പണ്ട് മുതലേ കച്ചവടം ഉണ്ടായിരുന്നു. പലചരക്ക് കടയായിരുന്നു. അതിനുശേഷം അത് പലതരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്തു. വാഴക്കൊല കച്ചവടം തുടങ്ങി. അതിനുശേഷം പപ്പ മദ്യപാനി ആയതുകൊണ്ട് ചാരായക്കട തുടങ്ങി. അതിനുശേഷം കള്ളച്ചാരായത്തിൻ്റെ കട വരെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ ബാല്യകാലം ആ ഒരു നിലയിലായിരുന്നത് കൊണ്ട്, ടൗണിൽ ഞാൻ വളർന്നതുകൊണ്ട് ഞാൻ ദൈവത്തിൽ നിന്ന് അകന്ന് ഞാൻ വഴിതെറ്റിപ്പോകാനിടയായി. എൻ്റെ കൂട്ടുകെട്ടൊക്കെ എന്നെക്കാട്ടിലും പ്രായം കൂടിയ ആൾക്കാരോടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഒരു അനുസരണം കെട്ട നിലയിലേക്ക് ഞാൻ ബാല്യത്തിൽ തന്നെ തിരിഞ്ഞുപോയി.
പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും ഞാൻ കോളേജിൽ പഠിച്ചു. 1984 മുതൽ 90 വരെ പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഞാൻ പഠിച്ചു. കോളേജ് ചെന്നത് എൻ്റെ ജീവിതത്തിൽ അടുത്ത വഴിത്തിരിവിന് കാരണമായി. കോളേജ് അക്രമത്തിലും കോളേജ് രാഷ്ട്രീയത്തിലും ഞാൻ ഇടപെടാനിടയായി. സാധാരണ കുട്ടികളൊക്കെ കോളേജിൽ പോകുമ്പം പുസ്തകവും കൊണ്ട് പോകുന്നെങ്കിൽ ഞാൻ പിച്ചാത്തിയും കൊണ്ടായിരുന്നു കോളേജിൽ പോകുന്നത്. തല്ല് കൊണ്ടുകൊണ്ട് ഒരു തല്ലിപ്പുളി ആളായതാണ് ഞാൻ. കോളേജിൽ പഠിക്കുമ്പം തല്ലിപ്പുളി ജോസുമോൻ എന്നൊക്കെ ആയിരുന്നു എന്നെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നത്. പള്ളിയിൽ പോകുമായിരുന്നെങ്കിലും ഒരു ഭക്തരായ കത്തോലിക്കരായിരുന്നെങ്കിലും യാതൊരു തരത്തിലുള്ള ദൈവികമായിട്ടുള്ള ബന്ധങ്ങളോ ആ നിലയിൽ ദൈവമായിട്ട് യാതൊരു ബന്ധവും ഞങ്ങൾക്കില്ലായിരുന്നു. ഒരു സമാധാനമില്ലാത്ത സന്തോഷകരമില്ലാത്ത ഒരു ജീവിതമായിരുന്നു. 1990 കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു. പല പ്രാവശ്യം മാരകമായ മുറിവേറ്റിട്ടുണ്ട് ശരീരത്ത്. 2 പ്രാവശ്യത്തോളം എൻ്റെ തല കോളേജിലെ അക്രമത്തിൽ പൊട്ടിയതാണ്. ഒരു പ്രാവശ്യം പോലീസുകാർ എന്നെ പത്തനാപുരം പിക്ചർ പാലസിൻ്റെ ഫ്രണ്ടിൽ മരിച്ചു പോയെന്നും പറഞ്ഞെടുത്ത് അവിടെ എന്നെ പുറത്തിട്ടതാണ്. എന്നാൽ കർത്താവിന് എന്നെ ആവശ്യമുണ്ടായിരുന്നുകൊണ്ട് ആ സമയത്തൊന്നും മരണത്തിന് ദൈവം എന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല. പത്തനാപുരം ഗവൺമെൻറ് ഹോസ്പിറ്റലും പുനലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലും ഒക്കെ ഈ കോളേജിലെ അക്രമ രാഷ്ട്രീയം മൂലം പലപ്പോഴും എന്നെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്തൊന്നും ഒരു സമാധാനമില്ലായിരുന്നു, ആശയില്ലായിരുന്നു. എനിക്ക് സമാധാനമില്ലായിരുന്നെന്ന് മാത്രമല്ല, ഞാൻ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുകയില്ലായിരുന്നു. എൻ്റെ ദേശത്തും ഞാൻ പഠിച്ച കോളേജിലുമൊക്കെ ഒരു ആർക്കും സമാധാനം കൊടുക്കാത്തൊരു വ്യക്തിയായി, ആർക്കും പിടിച്ചാൻ കിട്ടാത്ത ഒരു വ്യക്തിയായി, ആരെ അനുസരിക്കാത്തവനായി ജീവിക്കുന്ന ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ യേശു എൻ്റെ ജീവിതത്തിൽ വന്ന് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഞാൻ ഈ പറയുന്നത് ഒട്ടും അതിശയോക്തിയല്ല. എൻ്റെ സ്നേഹിതന്മാരൊക്കെ ഇന്ന് രാഷ്ട്രീയത്തിലുണ്ട്. പത്തനാപുരം കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് നസീർ എൻ്റെ അടുത്ത സ്നേഹിതനാണ്. CPIയുടെ നേതാവ് വേണു എൻ്റെ ജൂനിയറായിരുന്നു. ഇന്നും എനിക്ക് അവരുമായിട്ടെല്ലാം ബന്ധമുണ്ട്. ഞാൻ ഒരിക്കലും ഒരു അതിശയോക്തിയല്ല പറയുന്നത്. 1990 ഒക്ടോബർ മാസം 2-ാം തീയതി ഒരു ഗാന്ധി ജയന്തി ദിവസം ഞാൻ പത്തനാപുരത്തു നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു അതിര് പ്രശ്നമുണ്ടായി. ആ അതിര് പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ അയൽവാസിയായി ഒരു കശപിശ ഉണ്ടായി. പഞ്ചായത്ത് മെമ്പറിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇന്ന് വൈകിട്ടൊരു വഴക്കുണ്ട്, പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോകും, ജാമ്യത്തിൽ ഇറക്കാൻ വരണം. പല പോലീസ് കേസുണ്ട്. പത്തനാപുരത്തും പുനലൂരും അടൂരും എല്ലാം പോലീസ് കേസാണ് ആ സമയത്ത്. അവർ പറഞ്ഞ് നിൻ്റെ ഒത്തിരിയായി, നിൻ്റെ കേസായി, ഇനി ഞങ്ങൾ നിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ വലിയ പ്രയാസം തോന്നി. ഞാൻ ആ 26-ാം കുറ്റി, പത്തനാപുരത്തിനടുത്ത് 26-ാം കുറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് പഞ്ചായത്ത് മെമ്പറെ കണ്ടിട്ട് ഞാൻ തിരിച്ച് ആ ഇറങ്ങി വരുമ്പോൾ കത്തോലിക്ക പള്ളിയുടെ കുരിശടിയുടെ ഓപ്പോസിറ്റായിട്ട് ഒരു 2 നില വീടുണ്ട്. ആ വീട്ടിൽ നിന്ന് 2 ചെറുപ്പക്കാർ എന്നോട് ചോദിക്കുക, ജോസ് മോനെ, ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടാ? എന്നോടാരും സുവിശേഷം പറഞ്ഞിട്ടില്ല. എനിക്ക് ഈ തരത്തിലുള്ള സുവിശേഷത്തെക്കുറിച്ച് അറിയത്തില്ല. ഞാൻ കേരളത്തിലാണ് താമസിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ദൈവിക അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ ഈ കാര്യത്തിലൊരു അറിവില്ലാത്തവനായിരുന്നു. എന്നാൽ അന്ന് ഈ 2 സഹോദരന്മാർ പത്തനാപുരം ശാലേം ഗോസ്പൽ ടീം എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. ശാലേം ഗോസ്പൽ വോയിസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ടീമൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതിലുള്ള ചെറുപ്പക്കാരായിരുന്നു. ശാലേംപുരത്തൊരു പ്രെയർ ടീം ഉണ്ടായിരുന്നു, ഒത്തിരി യൗവനക്കാർ. അതിനകത്തുള്ള 2 യൗവനക്കാരാണ് എന്നോട് സുവിശേഷം പറയുന്നത്. ഞാൻ ഇങ്ങനെ നിരാശനായി എന്ത് ചെയ്യുമെന്നറിയാതെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എനിക്കറിയാം ചെല്ലുന്നത് ഞാനൊരു വഴക്കിലേക്കാണ്, എന്തും സംഭവിക്കാം. എതിരാളികൾ വളരെ ശക്തരാണ്. എൻ്റെ ജ്യേഷ്ഠൻ ആ സമയത്ത് വിദേശത്ത് പോയി, സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. കോളേജിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്
ഞാൻ പോകുമ്പോഴാണ് ഇവരെന്നോട് കർത്താവിനെക്കുറിച്ച് പറയുന്നതും. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് സമാധാനമില്ല. അവർ പറഞ്ഞു, യേശു നിനക്ക് സമാധാനം തരും. ആ സഹോദരന്മാർ എന്നോട് സുവിശേഷം പറഞ്ഞു. അത് ഒരാളുടെ പേര് ജോൺസൺ തടത്തിൽ നിന്നാണ്, അദ്ദേഹം ഇപ്പം ഗൾഫിലുണ്ട്. മറ്റൊരാളുടെ പേര് ജോൺ തങ്കച്ചൻ ഇളമണ്ണൂർ. ജോൺ തങ്കച്ചൻ ഇപ്പോൾ ഒരു പാസ്റ്ററാണ്, ഇളമണ്ണൂരുണ്ട്. ഈ രണ്ട് സഹോദരന്മാരാണ്, അവരും പ്രായം കുറവാണ്. അവരാണ് എന്നോട് യേശുവിനെക്കുറിച്ച് പറയുന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് സമാധാനമൊന്നുമില്ല. അവർ പറഞ്ഞു, ഇവിടെ ഒരു പ്രെയർ നടക്കുന്നുണ്ട്, ഇതിനകത്ത് കയറിയിരിക്കേ. ഞാൻ ആ സഹോദരന്മാരോട് പറഞ്ഞു, എൻ്റെ കയ്യിലൊരു പിച്ചാത്തി ഇരിപ്പുണ്ട്, ഇതുകൊണ്ട് എങ്ങനെയാണ് പ്രെയറിന് കയറിയിരിക്കുന്നത്? അവർ പറഞ്ഞു, കുഴപ്പമില്ല, ആ കടയുടെ സൈഡിലോട്ട് വെച്ചിട്ട് നീ കയറി ഇരുന്നോളാൻ പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ കട ഇപ്പോഴും അവിടെ ഉണ്ട്. ആ കടയുടെ കലങ്ങിൻ്റെ സൈഡിൽ എൻ്റെ കയ്യിലിരുന്ന ഒരു കൊച്ചു പിച്ചാത്തിയൊക്കെ വെച്ച് ഞാൻ ആ പ്രെയർ ഗ്രൂപ്പിനകത്ത് ആദ്യമായിട്ട് കയറി ഇരുന്നതാണ്. ആ വീട്ടിൽ ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്. ആ വീട്ടിൽ ഞാൻ പോയിട്ടുള്ളത് പാർട്ടിക്ക് വേണ്ടി പൈസ പിരിക്കാനാണ്. എന്നാൽ അന്ന് ഞാൻ കയറി ചെല്ലുന്നേ കണ്ട് ആ വീട്ടിലുള്ളവരൊക്കെ വിചാരിച്ചു, ഇവന് എന്തിനാ വരുന്നതെന്ന് അവർ ചിന്തിച്ചു. എന്നാൽ ഈ സഹോദരന്മാരെന്നെ ആ പ്രെയർ ഗ്രൂപ്പിൽ കൊണ്ടിരുത്തി. അവരാരും എന്നോട് സുവിശേഷമൊന്നും അങ്ങനെ പറഞ്ഞില്ല. എന്നാൽ അവരെല്ലാം ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കുറേ ചെറുപ്പക്കാരായിരുന്നു. അന്ന് ദൈവാത്മാവ് എന്നോട് ഇടപെടുകയും ഞാൻ അവിടെ ഇരുന്ന് അനുദപിച്ച് കരയുകയും ഒരു 2 മണിക്കൂറോളം, ഒരു ചൊവ്വാഴ്ച ദിവസമാ, വൈകിട്ടൊരു 7 മണിക്കാണ് ഞാൻ അവിടെ കയറുന്നത്. 9 മണി വരെ, 9 മണി ആയപ്പോൾ ഞാൻ തന്നെ എഴുന്നേറ്റ് നിന്ന് ഒരു തീരുമാനമെടുക്കുക, ഇനി മുതൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും നാൾ ഞാൻ പാർട്ടിക്കാർക്ക് വേണ്ടി തല്ലുകൊടുത്തും തല്ലുകൊണ്ടും നടന്നു. എൻ്റെ രക്തം ഞാൻ ഒത്തിരി പാർട്ടിക്കാർക്ക് വേണ്ടി ഒലിച്ചു. ഇനി ഞാൻ യേശുവിന് വേണ്ടി ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. അന്ന് ഞാനങ്ങനെ പറഞ്ഞപ്പോഴും ഒരിക്കലും ഞാൻ ചിന്തിച്ചില്ല ഞാൻ സുവിശേഷകനാകുമെന്നോ, സുവിശേഷം പ്രസംഗിക്കുമെന്നോ, ബൈബിൾ കോളേജിൽ പോകുമെന്നോ ഒന്നും ഞാൻ ചിന്തിച്ചില്ല. ഇത്രയും എൻ്റെ അകത്തുനിന്ന് വന്നു, ഇനി മുതൽ യേശുവിന് വേണ്ടി ജീവിക്കണം. ആ തീരുമാനത്തെ കർത്താവ് ആദരിച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ പോയി അമ്മയുടെ കയ്യിൽ പിച്ചാത്തി കൊടുത്തിട്ട് പറഞ്ഞു, അമ്മേ, ഞാൻ ഈ പണിയൊക്കെ നിർത്തി, ഞാൻ മാനസാന്തരപ്പെട്ടു. ആർക്കും വിശ്വാസം വരുന്നില്ല. അടുത്ത ദിവസം തൊട്ട് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോയി ക്ഷമ പറയും. എല്ലാവരോടും ഓടി നടന്ന് ഞാൻ പറഞ്ഞു, ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ ഈ പരിപാടി നിർത്തി, എന്നോട് ക്ഷമിക്കണം. പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഞാൻ പോയി പ്രിൻസിപ്പളിനെ പോയി കണ്ടു, ഉമ്മനച്ഛനെ പോയി കണ്ടു. ഞാൻ പ്രിൻസിപ്പളിനോട് പറഞ്ഞു, അച്ഛാ ക്ഷമിക്കണം, ഞാൻ മാനസാന്തരപ്പെട്ടു. അച്ഛൻ എന്നോട് ചോദിച്ചു, നിനക്കെങ്കിൽ നേരത്തെ മാനസാന്തരപ്പെട്ടുകൂടായിരുന്നോ? അങ്ങനെയുണ്ട് ഈ കോളേജിലെ കുറേ ക്ലാസ്സെങ്കിലും പൊട്ടാതിരിക്കുമായിരുന്നല്ലോ. അദ്ദേഹം എന്നോട് ഒരു ഉദാഹരണം പറഞ്ഞു. പണ്ട് മൈക്കലാഞ്ചലോ ചിത്രം വരയ്ക്കാൻ നേരം ഒരാളെ തപ്പി നടന്നു. യൂദായുടെ പടം വരയ്ക്കാൻ വേണ്ടിയായിരുന്നു. അത് യൂദായെപ്പോലിരുന്നു. അദ്ദേഹം പടം വരച്ചതിന് ശേഷം കുറേ നാളിന് ശേഷം യേശുവിൻ്റെ ചിത്രം വരയ്ക്കണമായിരുന്നു. ഒരാളെ തപ്പി നടന്നപ്പോൾ ഒരു വ്യക്തിയെ കണ്ടു, യേശുവിനെ പോലൊക്കെ ഇരിക്കുന്നു. എനിക്കൊന്ന് ഇരുന്ന് തരാമോ, എനിക്കൊരു ചിത്രം വരയ്ക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പണ്ട് യൂദയ്ക്ക് വേണ്ടി ഇരുന്ന് തന്ന ആൾ ഞാൻ തന്നെ ആണെന്ന്. ഈ പ്രിൻസിപ്പൾ എന്നോട് ഈ കഥ പറയുമ്പോൾ ആ ഓഫീസിൽ മറ്റു പലരുമുണ്ട്. പറഞ്ഞു, നീ നേരത്തെ രൂപാന്തരപ്പെട്ടിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. അതുപോലെ പത്തനാപുരത്ത് പാർട്ടി ഓഫീസിൽ ഞാൻ പോയി. എന്നെ കണ്ട് അവർ വിചാരിച്ചവൻ എന്തിനാ വരുന്നേ? ഞാൻ അവിടെ പോകാറില്ല, മാർക്കറ്റിനകത്തുള്ള ഓഫീസിൽ. ഞാൻ അതിനകത്ത് ചെന്ന് അവരോട് പറഞ്ഞു, ഞാൻ ഈ പരിപാടിയെല്ലാം നിർത്തി, എന്നോട് ക്ഷമിക്കണം. അവർക്ക് തന്നെ മനസ്സിലായില്ല ഇതെന്താ സംഭവിച്ചേ. ഞാൻ ഇറങ്ങി പോന്നു. അങ്ങനെ എവിടെയൊക്കെ ആരോടൊക്കെ ക്ഷമ പറയാമോ എല്ലാവരോടും ഞാൻ പറയുമായിരുന്നു, ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ ഈ പരിപാടി നിർത്തി. ഈവൻ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ അവിടുത്തെ നേതാവായിരുന്നു. BSc മാത്സ് ഫൈനൽ ഇയറിൻ്റെ ഫോട്ടോ എടുത്തത് ഞാനാണ്. പക്ഷേ ഞാൻ ആ പൈസ എല്ലാം ചിലവാക്കി, ആർക്കും ഫോട്ടോ കൊടുത്തില്ല. ഫൈനൽ ഇയർ കുട്ടികളുടെ ഒരു ആഗ്രഹമാണ് ഗ്രൂപ്പ് ഫോട്ടോ കിട്ടുക എന്നുള്ളത്. എന്നാൽ അതിൻ്റെ പൈസ എല്ലാം ഞാൻ ചിലവാക്കി, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പിലത്തെ കാര്യം. എന്നാൽ കർത്താവിനെ അറിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം, എൻ്റെ സ്നേഹിതർക്കെല്ലാം ഈ ഫോട്ടോ തിരിച്ചുകൊണ്ട് കൊടുക്കണം. ഞാൻ പത്തനാപുരത്തെ സ്റ്റുഡിയോയിൽ പോയി ആ ഫോട്ടോ, പഴയ ഫോട്ടോ എടുത്ത് അതെല്ലാം പ്രിൻ്റ് ചെയ്യിച്ച് എൻ്റെ ക്ലാസ്സിൽ പഠിച്ച എല്ലാ
കുട്ടികളെ ഞാൻ തിരക്കി അവരുടെ എല്ലാം വീടുകളിൽ ചെന്ന് അവർക്കെല്ലാം ഈ ഗ്രൂപ്പ് ഫോട്ടോ ഞാൻ കൊടുത്തു. അങ്ങനെ നാട്ടിലുള്ള പലർക്കും മനസ്സിലായി ഇവനെന്തോ രൂപാന്തരം ഉണ്ടായി, ഇവനെന്തോ ഒരു മാറ്റമുണ്ടായി. ഞാൻ ദൈവത്തോട് 3 കാര്യം പറഞ്ഞു. കർത്താവേ, ഞാൻ നിൻ്റെ പുറകെ വരിക. ഒന്ന്, എനിക്ക് എൻ്റെ കേസിൽ നിന്നല്ല എന്നെ രക്ഷപ്പെടുത്തണം. എനിക്ക് പുനലൂർ കോടതിയിലും അടൂരുമൊക്കെ ഈ കോളേജിലെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് കേസുകളുണ്ടായിരുന്നു. മാസത്തിൽ പല പ്രാവശ്യം കോടതിയിൽ പോകണം. അതൊരു വലിയ പ്രയാസകരമായ കാര്യമാണ്. ഞാൻ പറയും, കർത്താവെ, എന്നെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണം. 2, ദൈവമേ, എനിക്ക് BSc ഫസ്റ്റ് ക്ലാസ് തരണം. ഞാൻ 3 വർഷം പത്തനാപുരം സെൻറ്റ് സ്റ്റീവൻസ് കോളേജ് BSc പഠിച്ചിട്ട് ഫസ്റ്റ് ഇയറിൽ ഒരു പരീക്ഷ എഴുതി, എനിക്ക് 7 മാർക്കാണ്. 2ാമത്തെ വർഷം ഞാൻ ഒരു പരീക്ഷ എഴുതിയില്ല. 3ാമത്തെ വർഷം ഒരു എക്സാം എഴുതി, എനിക്ക് 24 മാർക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ കർത്താവിനോട് എനിക്കൊരാഗ്രഹം, എനിക്ക് പഠിക്കണം. ദൈവം എനിക്ക് ബുദ്ധി തന്നു. ഞാൻ 1 വർഷം കൊണ്ട് BSc എഴുതി. എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിലധികം മാർക്ക് ദൈവം തന്നു. ഞാൻ എല്ലായിടത്തും പോയി എല്ലാവരോടും ക്ഷമ പറഞ്ഞതുകൊണ്ട് പാർട്ടിക്കാരെല്ലാം കേസുകൾ ഒത്തുതീർപ്പാക്കി. എൻ്റെ പോലീസ് കേസെല്ലാം കോംപ്രമൈസായി. എൻ്റെ കേസുകളിൽ നിന്നെല്ലാം ഞാൻ രക്ഷപ്പെട്ടു. 3ാമത് ഞാൻ ദൈവത്തോടൊരു കാര്യം പറഞ്ഞു, കർത്താവേ, എൻ്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കണം. ഞാൻ ഈ പരിപാടി നിർത്തുക, ഞാൻ ബൈബിൾ എടുക്കുക. ഇനി എന്നെ ആരെങ്കിലും തല്ലിയാൽ ഞാൻ തിരിച്ച് തല്ലത്തില്ല. അപ്പോൾ അങ്ങ് എന്നെ സൂക്ഷിച്ചോണം. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഇന്ന് വരെയും ആ ദൈവം എന്നെ സൂക്ഷിച്ചു. ആ ദൈവം ഇതുവരെയും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ആരോഗ്യമുള്ളവനായിട്ടിരിക്കുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞ 3 കാര്യം ഇതായിരുന്നു. ആ 3 കാര്യവും കർത്താവ് എനിക്ക് ചെയ്തു തന്നു. മണക്കാല സെമിനാരിൽ പോയി പഠിക്കാൻ കർത്താവ് എനിക്കിടയാക്കി. അതിനുശേഷം ശബരിമല, 70 ഏക്കർ എരുമേലി, മുക്കൂട്ടുതറ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ വേലയായിട്ട് പോകാൻ ദൈവം എനിക്ക് പ്രേരണ തന്നു. ഞാൻ ആ ഭാഗങ്ങളിൽ കർത്താവിനെ പ്രസംഗിക്കാനുള്ള ഒരു അവസരം ദൈവം എനിക്ക് തന്നു. 3 വർഷത്തോളം ഞാൻ 70 ഏക്കറിലെ ജോസ്മോൻ എന്നായിരുന്നു എന്നെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അവിടെ വെച്ചാണ് എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോകുവാനുള്ള വലിയ ആഗ്രഹം എൻ്റെ മനസ്സിൽ വരുന്നത്. എപ്പോഴും എൻ്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം, എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോകണം. എന്നാൽ എനിക്ക് ഹിന്ദി അറിയത്തില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ മിനിമം 10 മാർക്ക് വേണം ഒരു സബ്ജക്റ്റിന്. 210 മാർക്ക് വേണം 10ൽ ജയിക്കാൻ. എനിക്ക് ഹിന്ദി ടീച്ചറെ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആകെ 11 മാർക്ക് വാങ്ങിച്ചാണ് ഞാൻ 10ാം ക്ലാസ്സിൽ. ഹിന്ദിക്ക് 11 മാർക്കായിരുന്നു, 10 വേണം ജയിക്കാൻ. ദൈവം എനിക്ക് 11 മാർക്ക് തന്നു. 210 ടോട്ടൽ വേണ്ട. എന്നാൽ ആ സ്കൂളിൽ മാരൂർ ഗവൺമെൻറ് സ്കൂളിൽ 4 പേര് ജയിച്ചതിൽ ഒരാൾ ഞാനാ ജയിച്ചത് 10ൽ. 279 മാർക്ക് എനിക്കുണ്ടായിരുന്നു. ഇതിന് പറഞ്ഞു വരുന്നത്, എനിക്ക് ഹിന്ദി ഒട്ടും അറിയത്തില്ലായിരുന്നു. എന്നാൽ എനിക്ക് വളരെ ആഗ്രഹം നോർത്ത് ഇന്ത്യയിൽ പോകണം. അങ്ങനെ ഞാൻ ബീഹാറിൽ സീതാമാർഹി എന്ന് പറയുന്ന സ്ഥലത്ത് പോകാൻ ഒരാൾ എനിക്കൊരു അഡ്രസ്സ് തന്നു. എനിക്ക് മാത്തമാറ്റിക്സ് അറിയാം. അപ്പം ഞാൻ 70 ഏക്കറിലൊക്കെ ആൾക്കാർക്ക് ട്യൂഷൻ ഫ്രീ ആയിട്ട് എടുത്തു കൊടുക്കുമായിരുന്നു. അപ്പോൾ ബീഹാറിൽ പോയി സ്കൂളിൽ പഠിപ്പിക്കാം, നിനക്ക് അവിടെ സുവിശേഷവും പറയാം. അങ്ങനെ ഞാൻ ബീഹാറിൽ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് പ്രിയ സാജു ജോൺ മാത്യു, ജീസസ് മിഷൻ്റെ സാജു ജോൺ മാത്യുവിനെ ഞാൻ അവിചാരിതമായി പത്തനാപുരത്ത് വെച്ച് കാണുന്നത്. അതെല്ലാം ഒരു ദൈവത്തിൻ്റെ നടത്തിപ്പായിരുന്നു. ഞാൻ പത്തനാപുരത്തു നിന്ന് എരുമേലിക്ക് പോകാൻ വേണ്ടി ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പം കല്ലുംകടവിനപ്പുറത്ത് ഒന്നാംകുറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വളവുണ്ട്. അവിടെ ഒരു തമിഴ്നാട്ടിലെ ലോറി ഒരു ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ച്. ഞാൻ ആ ബസ്സിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. ആ ബസ്സിലെ ആൾക്കാരെല്ലാം ഇറങ്ങി തമിഴ്നാട്ടിലെ ലോറിയിലെ ഡ്രൈവറെ ഉപദ്രവിക്കുമ്പം ഞാൻ വിചാരിച്ചത് എൻ്റെ നാടാണല്ലോ, ആ നാട്ടുകാർക്കൊക്കെ എന്നെ അറിയാം. ഞാൻ ഇറങ്ങി ഈ ഡ്രൈവറെ ഉപദ്രവിക്കാതെ മധ്യസ്ഥ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പ്രിയ സാജുച്ചാനും ജീസസ് മിഷൻ്റെ സാജു ജോൺ മാത്യുവും ഡോക്ടർ ജോൺ അലക്സ് പായിപ്പാട് ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പൾ അവർ രണ്ടുപേരും കൂടെ ബൈക്കിൽ വരികയാണ്. എന്നെ കണ്ടുകൊണ്ട് അവർ നിർത്തി.
എന്താ നീ പിന്നെയും പണ്ടത്തെ പരിപാടിയൊക്കെ തുടങ്ങിയോ, ജനക്കൂട്ടത്തിനിടെ നിൽക്കുന്നേ? ഞാൻ പറഞ്ഞു, അല്ല, ഇദ്ദേഹം ഇവർ ഉപദ്രവിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ തടസ്സം പിടിച്ചതാ. ഞാൻ അവരോട് സംസാരിക്കുകയും സായിച്ചാനോട് ഞാൻ പറഞ്ഞു, ഇതുപോലെ ഞാൻ നോർത്ത് ഇന്ത്യ പോവുക. ഇപ്പോൾ സായിച്ചാൻ എന്നോട് പറഞ്ഞു, നിനക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ മധ്യപ്രദേശിൽ വരിക. ഞാൻ 70 ഏക്കറിൽ പോയി. ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്നപ്പോൾ ആ സമയത്ത് എൻ്റെ വീട്ടിൽ ആരും തന്നെ വിശ്വാസത്തിൽ വന്നില്ല. അവർക്കൊന്നും മനസ്സിലായില്ല എനിക്ക് എന്താ പറ്റിയെന്ന്. ഒന്നവർക്ക് മനസ്സിലായി, എന്തോ ഇവരുടെ ലൈഫിൽ എന്തോ മാറ്റമുണ്ടായി, ഇപ്പം പണ്ടത്തെ രീതിയല്ലെന്ന് മനസ്സിലായി, എന്തോ ചേഞ്ച് ഉണ്ടായെന്ന് അവർക്ക് മനസ്സിലായി. എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് അവർക്കൊന്നും കാര്യങ്ങൾ പിടികിട്ടിയില്ലായിരുന്നു. ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കയ്യിൽ ഒരു ലെറ്റർ തന്നു. ആ ലെറ്ററിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുക, ഡിയർ ജോസ്മോൻ, നോർത്ത് ഇന്ത്യ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ട്രെയിൻ ടിക്കറ്റ് ഇതിനകത്തുണ്ട്. കൊല്ലത്തുനിന്ന് മധ്യപ്രദേശിനുള്ള ട്രെയിൻ ടിക്കറ്റാണ് ബീന. നീ ഈ ട്രെയിനെ കയറി വരണം, ഞങ്ങൾ നിന്നെ അവിടെ വെയിറ്റ് ചെയ്യും. എനിക്ക് അത്ര ഇവരെ ആരെയും തന്നെ പരിചയമില്ലായിരുന്നു. എന്നാൽ എനിക്ക് നോർത്ത് ഇന്ത്യ പോകാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ആ ട്രെയിൻ ടിക്കറ്റ് കയറി മധ്യപ്രദേശിൽ വന്നതാ. 25 വർഷമായി കർത്താവ് വളരെ അതിശയമായി ഇവിടെ നടത്തുന്നു. ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവർ, യേശുവിന് ആരെയും രക്ഷിക്കാൻ കഴിയും. യേശുവിന് ആരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയും. ആശയില്ലാതിരുന്ന എൻ്റെ ജീവിതത്തിൽ യേശു വന്ന് എനിക്ക് ആശ തന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പം വലിയ പുരുഷാരം യേശുവിൻ്റെ പ്രസംഗം കേൾക്കുക. എന്നാൽ പത്രോസ് ഇത് ശ്രദ്ധിക്കുന്നേ പോലുമില്ല. പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടാതെ തൻ്റെ വല കഴുകുക. എന്നാൽ അവിടെയുള്ള 2 പടകുകളിൽ പത്രോസിൻ്റെ പടക് യേശു കണ്ടു. യേശു പത്രോസിൻ്റെ പടകിൽ കയറി. പത്രോസിനോട് പറഞ്ഞു, ഈ കരയിൽ അല്പം നീക്കാൻ. പത്രോസിൻ്റെ പടകിലിരുന്ന് ദൈവം അത്ഭുതം ചെയ്തു. അവസാനം പത്രോസ് അത്ഭുതം കണ്ട പത്രോസ് അതെല്ലാം വിട്ടതിന് ശേഷം പത്രോസിനെ ദൈവം മനുഷ്യനെ പിടിക്കുന്നവനാക്കി തീർത്തു. സകലതും വിട്ടിട്ട് പത്രോസ് യേശുവിനെ അനുഗമിച്ചു. ഇത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. നിരാശനായിരുന്നു. പടക് കാലിയായിരുന്നു, പോക്കറ്റ് കാലിയായിരുന്നു, യാതൊരു ലക്ഷ്യവുമില്ലായിരുന്നു. പക്ഷെ ഞാൻ അധ്വാനിക്കുന്നവനായിരുന്നു. യേശു എൻ്റെ ജീവിതത്തിൽ വന്നു. ഞാൻ യേശുവിനെ തേടിപ്പോയതല്ല, യേശു എന്നെ തേടി വന്നു. യേശു എൻ്റെ പടകിൽ കയറി. യേശു എൻ്റെ പടകിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. യേശു എൻ്റെ ജീവിതത്തിൽ കൂടെ അനേക കാര്യങ്ങൾ ചെയ്തു. ആ യേശുവിനെ സകലതും വിട്ട് അനുഗമിക്കാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തന്നു. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിരാശനാണെങ്കിൽ, നിങ്ങൾ ആശയറ്റവരാണെങ്കിൽ, അധ്വാനിച്ചിട്ടും ഒന്നും പിടിക്കാത്തവരാണെങ്കിൽ, യേശു നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങളുടെ ജീവിതം മാറുമെന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഞാൻ യേശുവിനെ തേടിപ്പോയതല്ല, യേശു എന്നെ തേടി വന്ന് എൻ്റെ ജീവിതത്തിൽ യേശു വന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യകരമായിട്ടുള്ള സമയമെന്ന് പറയുന്നത്. ഞാൻ യേശുവിനെ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ലോകത്ത് കാണത്തില്ലായിരുന്നു. ഞാൻ യേശുവിനെ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ പത്തനാപുരത്തോ മാരൂർ ജംഗ്ഷനിലോ ഒരു സ്മാരകം ജോസ്മോൻ്റെ പേരിൽ കാണുമായിരുന്നു. ഒന്നുകിൽ ഞാൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടേനെ, അതല്ലെങ്കിൽ ഞാൻ ഒരു പക്ഷേ ജയിലിലായിരുന്നിരിക്കാം. ആ നിലയിലുള്ള എൻ്റെ ജീവിതത്തെ യേശു മാറ്റിമറിച്ചു. അനേകരെ കർത്താവിലേക്ക്, ഈ അസമാധാനത്തിലുള്ളവരെ സമാധാനത്തിലേക്ക് നയിക്കുവാൻ യേശു എന്നെ സഹായിക്കുന്നു. ഇതിൻ്റെ മധ്യത്തിൽ എൻ്റെ ഭവനത്തിൽ എൻ്റെ അമ്മ ഈ അനുഭവത്തിലേക്ക് വരുവാനിടയായി. എൻ്റെ 2 സഹോദരിമാർ, അവരുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ച് അവരും ഈ സത്യത്തിലേക്ക് വരുവാനിടയായി. എൻ്റെ അനുജൻ കുടുംബമായി ഈ അനുഭവത്തിൽ വന്നു. എൻ്റെ ജ്യേഷ്ഠൻ ഇപ്പോൾ കുവൈറ്റിലാണ്. ജ്യേഷ്ഠൻ ഇതുവരെയും ഈ അനുഭവത്തിൽ വന്നിട്ടില്ല.
ബൈബിൾ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഞാനാണ് എൻ്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് ഈ ഒരു മാർഗത്തിൽ വരുന്നത്. എന്നാൽ ഇന്ന് എൻ്റെ കുടുംബം വളരെ സമാധാനത്തോടെ ജീവിക്കുന്നു. എൻ്റെ സഹോദരങ്ങൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുവാൻ കർത്താവ് ഇടയാക്കുന്നു. ഞങ്ങളുടെ വീടിൻ്റെ വഴിയിൽ കൂടെ പോകുന്നവരൊക്കെ ചോദിക്കും, ഈ വീട്ടിൽ താമസിച്ചിരുന്നവർ സ്ഥലം മാറിപ്പോയോ എന്ന്. കാരണം പുതുവലിനും മാരൂറിനും ഇടയ്ക്കുള്ള റോഡ് സൈഡിലാണ് ഞങ്ങളുടെ വീട്. മാരൂർ ജംഗ്ഷനിൽ പത്രോസച്ചാൻ്റെ മക്കളെന്ന് ചോദിച്ചാൽ ആരും പറയും. അന്ന് ഞങ്ങളുടെ വീട്ടിൽ വഴക്കും ബഹളവും. എന്നാൽ ഇന്ന് വളരെ ശാന്തമാണ്. പലരും ചോദിക്കുന്ന, ഈ വീട്ടിൽ താമസിച്ചിരുന്നവരൊക്കെ ഈ വീട് വിട്ടു പോയോ? അവർ വീട് വിട്ടു പോയതല്ല, അവരുടെ ജീവിതം ദൈവം മാറ്റി എന്നുള്ളതാണ് സത്യം. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതം ദൈവം മാറ്റി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ യേശു നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നവനാണ് യേശു. നമ്മുടെ ജീവിതത്തിൽ ആശ തരുന്നവനാണ് യേശു. ലക്ഷ്യത്തിലെത്തിക്കുന്നവനാണ് യേശു. യാതൊരു ലക്ഷ്യവുമില്ലാതിരുന്ന എൻ്റെ ജീവിതത്തിൽ യേശു എന്നെ ആശയുള്ളവനാക്കി ജീവിക്കുവാനുള്ള ആശ തന്നത് യേശുവാണ്. ആ യേശുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏക ആഗ്രഹം. എന്നോട് സുവിശേഷം പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, അവരെന്നോട് ചോദിച്ചത്, നീ ഇന്ന് മരിച്ചാൽ നിന്റെ നിത്യത എവിടാ? ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് നരകമുണ്ട്, ഞാനവിടെ പോകും എന്നാണ് ഞാൻ അവരോട് പറയുന്നത്. പ്രിയമുള്ളവർ, നരകം ഉണ്ടെങ്കിൽ അവിടെ പോകൂ എന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ യേശു വന്ന് ആ നരകത്തിയിൽ എന്നെ രക്ഷിച്ചു. ഇന്ന് അനേകരെ നരകത്തിലേക്ക് പോകുന്നവരെ സത്യത്തിലേക്ക് നയിക്കാൻ ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. മധ്യപ്രദേശിലെ ഗ്വാളിയർ എന്ന സ്ഥലത്താണ് ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട്. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. ഡെൻസി പത്തനംതിട്ട സ്വദേശിയാണ്. കർത്താവ് എനിക്ക് 2 മക്കളെ തന്നു. ഏഞ്ചൽ BSc നഴ്സിംഗ് പഠിക്കുന്ന, ആശിഷ് തിരുവനന്തപുരത്ത് മെഡിസിൻ പഠിക്കാൻ ദൈവം അവനെ സഹായിക്കുന്നു. ചലഞ്ചിങ് ആയിരുന്നു ഇവിടെയുള്ള ജീവിതം. എന്നാൽ അതിനെയെല്ലാം ഫേസ് ചെയ്യാൻ കർത്താവ് ഞാൻ കൃപ തന്നു. വ്യത്യസ്തമായുള്ള ക്ലൈമറ്റ്, വ്യത്യസ്തമായിട്ടുള്ള ഭാഷ, ഭക്ഷണരീതി, ഇവിടുത്തെ കൾച്ചറുകൾ. എന്നാൽ ആ സാഹചര്യങ്ങളെല്ലാം ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു. ദൈവം ഞങ്ങളെ പരിപാലിച്ചു. ഒരിക്കലും ദൈവം ഞങ്ങളെ കൈവിട്ടിട്ടില്ല. 1-2 അനുഭവങ്ങൾ ഇവിടെ വെച്ച് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞ ദൈവം ഞങ്ങളെ ഒരിക്കലും കൈവിട്ടിട്ടില്ല. സ്വന്തം നാടും സ്വന്തം വീടും സ്വന്തം ജനങ്ങളെ എല്ലാം വിട്ട് ഞങ്ങൾ അന്യദേശത്ത് വന്നു. ഇവിടെ ഞങ്ങൾക്ക് പരിചയമുള്ളവരോ ആ നിലയിൽ ഞങ്ങളുടെ ബന്ധുക്കളോ ആരും തന്നെ ഇവിടെ ഇല്ലായിരുന്നു. ഇന്നത്തെ പോലെ ഫോൺ സൗകര്യങ്ങളോ ഒന്നും അന്നില്ല. ഒരു വാട്സപ്പോ ഒന്നുമില്ല. ഒരാവശ്യമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക അല്ലാതെ വേറെ ഒരു മാർഗമില്ലാത്ത സമയങ്ങൾ. മുട്ടുമടക്കുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. അത്ഭുതകരമായി ദൈവം നടത്തിയ അനേക സംഭവങ്ങൾ. അത്ഭുതകരമായി ദൈവം അപകടങ്ങളിൽ നിന്ന് വിടുവിച്ച അനുഭവങ്ങൾ. ഒരു സംഭവം ഞാൻ ഓർക്കുന്നത്, ചില വർഷങ്ങൾക്ക് മുമ്പ് ഗ്വാളിയർ, ചമ്പൽ ഭാഗങ്ങളിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായി. അനേക പാലങ്ങൾ ഒഴുകിപ്പോയി. അനേക ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായി. എൻ്റെ മനസ്സിൽ തോന്നി, ഒരു രാഹത്ത് കാര്യം ചെയ്യണം, അവരെ സഹായിക്കാൻ വേണ്ടി. അങ്ങനെ പല ഗ്രാമങ്ങളിൽ പോയി. ഞാനായിരുന്നു പല ഗ്രാമങ്ങളിലും ആദ്യമായിട്ട് ബ്രെഡും സാധനവും ഒക്കെ കൊണ്ടു കൊടുക്കുന്നത്. കേരളത്തിലൊക്കെ വെള്ളപ്പൊക്കമുണ്ടായാൽ എത്രയോ സന്നദ്ധ സംഘടനകളാണ് മുന്നോട്ട് വരുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നും കൊണ്ടു കൊടുക്കുവാൻ ആ സമയത്ത് ആൾക്കാരില്ലായിരുന്നു. എന്നാൽ പല ഗ്രാമങ്ങളിലും അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ കൊണ്ടെത്തിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. പലരും സഹായിച്ചു. മധ്യപ്രദേശ്
രാജസ്ഥാൻ്റെ ബോർഡർ ചമ്പൽ നദിയുണ്ട്. ആ സ്ഥലങ്ങളിൽ വെള്ളം പൊങ്ങി പല ഗ്രാമങ്ങളും വെള്ളത്തിനടിയിലായിരുന്നു. ബോംബെയിൽ നിന്നുള്ള എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്റർ ജോൺസൺ കുഞ്ഞുകുട്ടി ഇതറിഞ്ഞ് എന്നെ സഹായിക്കാൻ വേണ്ടി ബോംബെയിൽ നിന്ന് വന്നു. അദ്ദേഹം ബോംബെയിൽ നിന്ന് കുറേ തുണിയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. വന്ന ദിവസം തന്നെ റെസ്റ്റ് എടുക്കാതെ അദ്ദേഹം പറഞ്ഞു, നമുക്ക് പോകാം, ഗ്രാമങ്ങളിൽ പോകാം, ഈ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ പോകാം, അവരെ പോയി സഹായിക്കാം. പോന്ന വഴിക്ക് ഞങ്ങൾ കുറേ ആപ്പിളും വാങ്ങിച്ചു. ഈ തുണിയെല്ലാം ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. ഓൾറെഡി ആ ഗ്രാമത്തിലുള്ള ചിലരോട് ഞാൻ പറഞ്ഞിരുന്നു, അരിയുടെ കിറ്റൊക്കെ തയ്യാറാക്കാൻ, ഒരു 100 പേർക്കുള്ള കിറ്റും എല്ലാം തയ്യാറാക്കി. എൻ്റെ കയ്യിൽ ജീപ്പുണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു 130 കിലോമീറ്റർ ദൂരെ വാഹനം ഓടിച്ച് ഞങ്ങളവിടെ ചെന്ന് കഷ്ടത്തിൽ കിടക്കുന്ന ജനത്തിനെല്ലാം ഈ സാധനങ്ങളൊക്കെ വിതരണം ചെയ്ത് അടുത്ത ഗ്രാമങ്ങളിൽ അവിടെയൊന്നും വാഹനം ഓടിക്കാൻ പറ്റില്ല. നദി കയറി വെള്ളം കയറിയിട്ട് റോഡെല്ലാം സ്ലിപ്പാകുകയാണ്. വളരെ റിസ്ക്കാണ് വാഹനമൊക്കെ ഓടിക്കാൻ. എന്നാൽ ദൈവം അതിനകത്തൂടെയൊക്കെ വാഹനമൊക്കെ ഓടിച്ച് ആ ചമ്പൽ നദിയുടെ തീരങ്ങളിലുള്ള ഗ്രാമങ്ങളിലൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ട് എത്തിച്ച്, അതിനിടയിൽ ഒരാൾ വന്ന് എൻ്റെ വീഡിയോ എടുത്ത്, വാഹനത്തിൻ്റെ വീഡിയോ എടുക്കുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു, ആപ് ക്യോം വീഡിയോ ബനാരെ, എന്തിനാ നീ വീഡിയോ എടുക്കുന്നത്? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രോസസ് ചൽ രഹാ ഹെ എന്ന് പറഞ്ഞു. പ്രോസസ്സ് നടക്കുകയാണെന്ന്. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഗ്രാമത്തിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാരോട് ഞാൻ ചോദിച്ചു, എന്താ പറയുന്നത്? പറഞ്ഞു, ഇദ്ദേഹം ഇവിടെയുള്ള സുവിശേഷത്തിനെതിരായിട്ടുള്ളവരാ, അവർക്കിതൊന്നും ഇഷ്ടമില്ല. സാരമില്ല, അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല, നിങ്ങളിവിടെ സേഫാണ്. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു പോകും. അടുത്ത ഗ്രാമത്തിലേക്ക് പോകണം. രാത്രി 7:30-8 മണിയായി. 5 ദിവസത്തെ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ പോയി ജനത്തെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ രാഹത്ത് കാര്യം ചെയ്യാൻ വേണ്ടി വന്നതാണ്. എൻ്റെ വണ്ടിയിൽ രാഹത്ത് കാര്യം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ തിരിച്ച് ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു വൺ വേ റോഡാണ്, ചെറിയ റോഡാണ്. രാത്രി 8 മണിയായി. ബൊലോറോ ജീപ്പിലാണ്. 2 ബൈക്കുകാരെൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ട് ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന എന്തോ ശരിയല്ലെന്ന് തോന്നി. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, കുഴപ്പമില്ല, നമ്മുടെ ഈ വണ്ടി ഉണ്ടല്ലോ, നമുക്ക് സ്പീഡിൽ പോകാം. എന്നാലും ഞാൻ വലിയ സ്പീഡിൽ വണ്ടി ഓടിച്ച് പോകുമ്പം അവിടുന്ന് 40 കിലോമീറ്റർ വരണം ധോൽപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരാൻ. അവിടുന്ന് 10-70 കിലോമീറ്റർ കൂടെ വരണം ഗ്വാളിയറി വരാൻ. എന്നാൽ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് അടുത്ത രാഹത്ത് ചെയ്യേണ്ട സ്ഥലത്തേക്കാണ് പോകുന്നത്. എന്നാൽ ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ മധ്യത്തിൽ ഞാൻ നോക്കിയപ്പോൾ റോഡിന് ക്രോസ് 2 ട്രാക്ടർ വെച്ച് ഈ റോഡ് ക്രോസ് ചെയ്ത് ഞങ്ങളുടെ വണ്ടി അവർ തടഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ പുറത്തിറങ്ങി. രാത്രി 8 മണി സമയം ചമ്പൽ കാട്ടിനകത്ത് ഫ്രണ്ടിലും ട്രാക്ടർ വെച്ച് പുറകിലും ട്രാക്ടർ വെച്ച് അവരെ ഞാൻ സെൻട്രലിലൊക്കെ ഇട്ടു. അവർ വണ്ടി അടിച്ചു പൊട്ടിക്കാൻ തുടങ്ങി. ഫ്രണ്ട് ഗ്ലാസ് മുഴുവൻ തല്ലി പൊട്ടിച്ച്. അത് കമ്പനിയുടെ ഗ്ലാസ് ആയതുകൊണ്ട് അത് പൊട്ടിപ്പോയില്ല, അതങ്ങനെ വല പോലിരുന്നു. റൈറ്റ് സൈഡിലെ ഗ്ലാസ് പൊട്ടിച്ചു, ബാക്ക് 2ഉം പൊട്ടിച്ചു. അവർ ഞങ്ങളെ ഇടിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഞങ്ങളെ പിടിച്ചിറക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് പറ്റുന്നില്ല. കുറേ നേരമായി വാഹനത്തെ അവർ ഉപദ്രവിക്കുക. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, ഇന്ന് എൻ്റെ ഒരു പക്ഷേ ജീവിതത്തിൻ്റെ അവസാന ദിവസമായിരിക്കാം. ഞാനും ആ മലയാളി പാസ്റ്റർ സഹോദരനാണ് എൻ്റെ കൂടെ ഉള്ളത്, മറ്റാരും ഞങ്ങളുടെ കൂടെ ഇല്ല. പെട്ടെന്ന് ഞാൻ നോക്കുമ്പം വലത്തുവശത്ത് ഒരു അജാനുബാഹുവായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. കണ്ടാൽ ആ ദേശക്കാരനെ പോലെ ഇരിക്കും, ഒരു ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു മനുഷ്യൻ. പെട്ടെന്ന് അവിടെ എവിടെ നിന്നാണ് വന്നതെന്ന് ഞാൻ കണ്ടില്ല. ഞാൻ അങ്ങോട്ട് നോക്കി. അദ്ദേഹത്തെ കണ്ടത് ഇവരെല്ലാം സൈലൻ്റായി. ഞങ്ങളുടെ ചില സാധനങ്ങൾ ആ പാസ്റ്ററുടെ ഒരു ബാഗൊക്കെ എടുത്തുകൊണ്ട് പോയായിരുന്നു, അത് തിരിച്ചു കൊണ്ടുവച്ച് ട്രാക്ടർ മാറ്റി തന്ന്. ഞാൻ ചാവി ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു. വണ്ടി വിട്ടു പോന്നു. കുറച്ച് പോകുന്നതിന് ശേഷം അവർ പിന്നെ എന്നെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചു. എങ്കിലും ഞങ്ങൾക്ക് തിരിച്ച് ഗ്വാളിയറിൽ 120 കിലോമീറ്റർ ദൂരെ ഗ്വാളിയറിൽ ഞാൻ കുപ്പിച്ചിലിനകത്തിരുന്നാണ് വണ്ടി ഓടിക്കുന്നത്. അവിടെ വരുവാൻ ദൈവം സഹായിച്ചു.
ഞാൻ വിശ്വസിക്കുന്നത് ദൈവം ആ ദേശക്കാരനായ ഒരു മനുഷ്യനെ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അയച്ചു. അതല്ല എങ്കിൽ ഒരു സ്വർഗദൂതനെ, ഒരു ദൈവദൂതനെ ദൈവം അയച്ച് ആ മരണകരമായ സാഹചര്യത്തിൽ നിന്ന് ദൈവം എന്നെ, എൻ്റെ സഹോദരനെയും അവിടുന്ന് ദൈവം അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. പെർസിക്യൂഷൻ റിലീഫിനകത്ത് ഈ ഇൻസിഡൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞിരുന്നു, കർത്താവേ നീ എന്നെ സൂക്ഷിക്കണം. അത് ദൈവം പല സമയങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ അക്ഷരീയമായി കർത്താവ് എന്നെ രക്ഷിച്ച, വിടുവിച്ച അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഒരു പ്രാവശ്യം ഒരു ഗ്രാമത്തിൽ പോയപ്പോൾ 4 വീലിൻ്റെയും കാറ്റഴിച്ചു വിട്ട്. എന്നാൽ ഞാൻ അത്ഭുതം എന്ന് പറയട്ടെ, 4 വർഷത്തേക്ക് ആ വണ്ടി പിന്നെ പഞ്ചറായിട്ടില്ലായിരുന്നു. എന്തൊക്കെ വിരോധികൾ ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം ദൈവം അനുഗ്രഹമാക്കി ദൈവം ജീവിതത്തിൽ തീർത്തിട്ടുണ്ട്. ഞങ്ങൾ കേസിനോ വഴക്കിനോ നമ്മൾ പോയിട്ടില്ല. ദൈവം അത്ഭുതകരമായി അവരുടെ മധ്യത്തിൽ ഞങ്ങളെ നടത്തി. കഴിഞ്ഞ വർഷമാണ് എനിക്ക് UP-യിൽ ജയിലിൽ പോകാനുള്ള ഒരു അവസരം ദൈവം തന്നു. ഒരു ഗ്രാമത്തിൽ ഒരു സ്നേഹിതനെ കാണാൻ വേണ്ടി പോയതാണ്. മധ്യപ്രദേശും രാജസ്ഥാൻ്റെയും UP-യുടെയും ബോർഡറാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ മധ്യപ്രദേശിലാണ് താമസിക്കുന്നത്. എന്നാൽ ഇവിടെ അടുത്താണ് UP, രാജസ്ഥാൻ ഇവിടെ അടുത്താണ്. ചമ്പൽ നദിയാണ് ഇതിനെ വേർതിരിക്കുന്നത്. ചമ്പലിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ബൂലൻ ദേവിയും വലിയ വലിയ കൊള്ളക്കാർ, പാൻസിംഗ് തോമർ, അങ്ങനെയൊക്കെ വലിയ കൊള്ളക്കാർ, ക്രൂരരായി തോക്കുപയോഗിക്കുന്ന ആൾക്കാർ. നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ തോക്ക് വളരെ സുലഭമാണ്. കഴിഞ്ഞ ദിവസം ന്യൂസിൽ നിങ്ങൾ വായിച്ചു കാണും, ഒരു അപ്പൻ സ്വന്തം മകളെ വെടിവെച്ച് കൊന്നത് എൻ്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ, വാളിയർ. എന്തിനും ഏതിനും കള്ളത്തോക്ക് ഉപയോഗിക്കുന്ന ഒരു സ്ഥലം. എന്നാൽ ദൈവം ഇതുവരെ ഞങ്ങളെ അതിശയകരമായി നോക്കി സൂക്ഷിച്ചു. എൻ്റെ മുമ്പിൽ വെച്ച ആൾക്കാരെ വെടിവെക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും കർത്താവ് അത്ഭുതകരമായി, അതിശയകരമായി കർത്താവ് സൂക്ഷിപ്പാനിടയായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ പോയതാണ് അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി. UP-യിൽ സുവിശേഷത്തിനെതിരായിട്ടുള്ളവർ പോലീസിനെയും ആൾക്കൂട്ടത്തെയും കൊണ്ടുവന്ന് ഞങ്ങളെ പിടിച്ചു. 2 ദിവസം പോലീസ് സ്റ്റേഷനിൽ വെച്ചു. ഒത്തിരി ഹരാസ്മെൻ്റൊക്കെ അനുഭവിക്കാനിടയായി. പക്ഷെ അതൊക്കെ കർത്താവിന് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒരിക്കലും അതൊരു പ്രയാസമായി തോന്നിയിട്ടില്ല. യേശുവിനെ അറിയാത്ത കാലത്ത് യേശുവിന് വേണ്ടി അല്ലാതെ ഈ ലോകത്ത് ജീവിച്ചപ്പോഴൊക്കെ എന്തൊക്കെയോ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോയിരിക്കുന്നു. എന്നാൽ യേശുവിന് വേണ്ടി അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ ഒക്കെ പോകാൻ കർത്താവ് സഹായിച്ചതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 1 മാസത്തോളം ജയിലിലായിരിക്കാനിടയായി. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 3-ാം തീയതി ഞങ്ങൾ പോലീസ് പിടിച്ച 4-ാം തീയതി മുതൽ മാർച്ച് 1-ാം തീയതി വരെ ഏകദേശം 1 മാസം. ഇപ്പോൾ 1 വർഷം തികയുന്നു. ജയിലിൽ പോയത് ഒരു പുതിയ അനുഭവമായിരുന്നു. രാഷ്ട്രീയത്തിലൊക്കെ ആയിരുന്നപ്പോൾ ഒരിക്കലും ജയിലിൽ പോകേണ്ടി വന്നിട്ടില്ല. കാരണം അതിനു മുമ്പ് രാഷ്ട്രീയക്കാരൊക്കെ വന്ന് ഞങ്ങളെ ജാമ്യത്തിലൊക്കെ എടുക്കുമായിരുന്നു. കേസുകളൊക്കെ ഉണ്ട്, പോലീസ് സ്റ്റേഷനിൽ പോയിട്ടെങ്കിലും ജയിലിൽ പോകേണ്ടി വന്നില്ല. എന്നാൽ ഇവിടെ വെച്ച് ജയിലിൽ പോകാനുള്ള ഒരു അവസരം കിട്ടി. UP പ്രത്യേക ചമ്പലിലെ ജയിലുകൾ വളരെ പരിതാപകരമായ സ്ഥിതികളായിരുന്നു. പലതരത്തിലുള്ള ക്രിമിനലായിട്ടുള്ളവർ, 7 കൊലപാതകം ചെയ്ത നിർദോഷം എന്ന് പറയുന്ന വ്യക്തി, പലതരത്തിലുള്ള തോക്ക് കച്ചവടക്കാർ, തോക്ക് ഫാക്ടറി ഉള്ളവർ. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഞങ്ങൾക്ക് 2 സഹോദരന്മാർക്ക് 1 മാസത്തോളം ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. അവരോടൊക്കെ യേശുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ ദൈവമിടയാക്കി. അവരുടെ ജീവിതത്തിലെ പിരിമുറുക്കങ്ങൾ കാണുവാനും അവരെ ആശ്വസിപ്പിക്കാനൊക്കെ ഭാഗ്യം ഞങ്ങൾക്ക് നൽകി. ജയിലിലായിരുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരുന്നു. അനേകരോട് എൻ്റെ സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം കിട്ടി. ജയിലിനകത്ത് അനേകരുടെ കണ്ണുനീരൊപ്പം ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു.
ഞാനത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് ഞങ്ങളുടെ കേസ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. എത്രയെത്ര അതിശയകരമായ അനുഭവങ്ങൾ, എത്രയോ അത്ഭുതകരമായ കാര്യങ്ങൾ കർത്താവ് ജീവിതത്തിൽ ചെയ്തു. അത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, യേശു പറഞ്ഞു, ബൈബിൾ നമ്മൾ വായിക്കുന്നു, കൂരുളിൻ്റെ താഴ്വരയിൽ കൂടി കടന്നുപോയാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. ആ ദൈവം കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഒരിക്കലും കൈവിടാത്ത ദൈവം, എപ്പോഴും കൂടെ ഇരിക്കുന്ന ദൈവം, എല്ലാ അനർത്ഥങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്ന ദൈവം. ആമേൻ. കൂടെയുള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അത്ഭുതകരമായിട്ടുള്ള പ്രൊവിഷൻസ് ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ മകൾ സ്കൂളിൽ LKG അഡ്മിഷൻ എടുത്ത സമയം ഇവിടെയുള്ള കാർമൽ കോൺവെൻറ്റ് സ്കൂളിലാണ് അഡ്മിഷൻ എടുത്തത്. 6500 രൂപയുടെ ഒരു റെസിപ്റ്റ് എഴുതി തന്നു. LKG അഡ്മിഷന് തിങ്കളാഴ്ച അടയ്ക്കണം, വ്യാഴാഴ്ചയാണ് ലഭിച്ചേ. ഞങ്ങളുടെ കയ്യിൽ പണമില്ല. ഞാനും എൻ്റെ വൈഫും ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ഉച്ചയായപ്പം ഒരു ഫോൺ, പത്തനാപുരം പുതുവൽ സ്വദേശി ജെയിംസ് സഹോദരൻ്റെ ഫോണാണ്. ജോസുമോനെ, എന്തുകൊണ്ട് വിശേഷം? നിൻ്റെ അക്കൗണ്ട് നമ്പർ ഒന്ന് അയച്ചു തരണം. എനിക്ക് മനസ്സിലായി ദൈവം പ്രാർത്ഥന കേട്ടതാണ്. ഞാൻ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു. ജെയിംസിൻ്റെ ഫോൺ പിന്നെയും വന്നു. പുതുവലുള്ള ജെയിംസിനെ ആൾക്കാർക്ക് അറിയാം. അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോസുമോനെ, ഞാൻ പൈസ നിനക്ക് അയച്ചിട്ടുണ്ട്. ഒരു 7000 രൂപ നിൻ്റെ പേഴ്സണൽ ആവശ്യത്തിനും ബാക്കി ഒരല്പം പൈസയോടെ ഉണ്ട്, അത് നിനക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. ഞാൻ ജെയിംസിനോട് പറഞ്ഞു, ജെയിംസ്, എനിക്ക് 6500 രൂപ എൻ്റെ മകളുടെ ഫീസ് അടയ്ക്കണമായിരുന്നു. ദൈവത്തിനറിയാം നമുക്ക് എപ്പോഴ് എന്താ ആവശ്യമുള്ളത്. അത്ഭുതകരമായി ദൈവം ഞങ്ങൾക്ക് പ്രൊവിഷൻസ് തന്നിട്ടുണ്ട്. എൻ്റെ മോൾ ഇപ്പോൾ BSc നഴ്സിംഗ് 3ാം വർഷം പഠിക്കുക ഗ്വാളിയറിൽ. ഒരിക്കൽ പോലും ഫീസ് കൊടുക്കാതെ ഇരിക്കാനിടയായിട്ടില്ല. തക്ക സമയത്ത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി അതിശയകരമായി അത്ഭുതകരമായി ഇന്നുവരെയും ഈ ദൈവം ഞങ്ങളെ നടത്തി. ഒരിക്കൽ വീട്ടിലെല്ലാ സാധനവും തീർന്നു. അവസാനം മകൾക്ക് ലാക്ടോജനാണ് കൊടുത്തുകൊണ്ടിരുന്ന, ലാക്ടോജൻ തീർന്നു. പഞ്ചസാര മാത്രം, പഞ്ചസാര ചൂടുവെള്ളത്തിലിട്ട് കൊടുക്കുമായിരുന്നു, അതും തീർന്നു. അതും തീർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു മണി ഓർഡർ വന്നു, 1250 രൂപ. അപ്പോൾ എൻ്റെ വൈഫ് പറയുക, ദൈവത്തിനറിയാം എപ്പോഴാണ് ഇവിടെ പഞ്ചസാരയും തീരുന്നതെന്ന്. അപ്പം അതനുസരിച്ച് കേരളത്തിൽ നിന്ന് ആ തീരുന്ന ദിവസം തന്നെ മണി ഓർഡർ വരണമെങ്കിൽ അതനുസരിച്ച് അയച്ചു കാണുമല്ലോ. അപ്പോൾ ദൈവത്തിനറിയാം എപ്പോഴാണ് നമുക്ക് എന്താണ് ആവശ്യമുള്ളത്. എത്ര എത്ര അനുഭവങ്ങൾ ആ നിലയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതിനും വലുതിനും ദൈവം മതിയായ ദൈവമെന്ന് ദൈവം തെളിയിക്കാനിടയായി. ഞാൻ ജയിലിലായിരുന്നപ്പോഴാണ് എൻ്റെ മകൻ്റെ നീറ്റിൻ്റെ എക്സാം നടന്നത്. അവനെ വിളിച്ച് ചോദിക്കുമായിരുന്നു, മമ്മി, പപ്പ ഫോൺ എടുക്കുന്നില്ലല്ലോ. അപ്പോൾ മമ്മി പറയും, പപ്പ ജയിലിൽ സുവിശേഷം പറയാൻ പോയേക്കോ, മോനെ ഇങ്ങ് വരും. അവൻ വിചാരിച്ചു, ശരിയാ, പപ്പ സുവിശേഷം പറയാൻ പോയതായിരിക്കും. ഒരിക്കൽ അവൻ പാലായിൽ കോച്ചിങ് പഠിക്കുകയായിരുന്നു. പോകുന്ന വഴിക്ക് അവിടെയുള്ള ഒരു വിശ്വാസി ചോദിച്ചു, എടാ നിൻ്റെ പപ്പ ഇങ്ങനെ പ്രശ്നമുണ്ടായല്ലോ. അപ്പോഴാണ് അവൻ അറിയുന്നത് പപ്പായ്ക്ക് എന്തോ പ്രശ്നമുണ്ടായി. അവൻ വീട്ടിൽ വിളിച്ചു. വൈഫ് പറഞ്ഞു, ഡെൻസി പറഞ്ഞു, മോനെ കുഴപ്പമില്ല, ദൈവം സഹായിക്കും, പപ്പ തിരിച്ചു വരും, നീ വിഷമിക്കേണ്ട, നീ നന്നായിട്ട് പഠിക്കേ. ആ സമയങ്ങളിലുള്ള ടെസ്റ്റ് പേപ്പറിലൊക്കെ അവന് മാർക്ക് കുറവായിരുന്നു. എന്നാൽ അതിശയമെന്ന് പറയട്ടെ, കഴിഞ്ഞ വർഷത്തെ നീറ്റ് എക്സാം വന്നപ്പോൾ അവന് 685 മാർക്ക് ദൈവം കൊടുത്ത്, അവൻ പ്രതീക്ഷിച്ചാലും അധികം മാർക്ക് അവന് കൊടുത്ത് കേരളത്തിൽ ഒരു ഗവൺമെൻറ് കോളേജിൽ ഇപ്പോഴവന് MBBS പഠിക്കുക. അത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഞങ്ങൾ നോർത്ത് ഇന്ത്യ സുവിശേഷ വേലയ്ക്ക് വരുമ്പോൾ ആൾക്കാരൊക്കെ പറയും, നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് പോയാൽ നിങ്ങളുടെ കാര്യം എങ്ങനാ, നിങ്ങളുടെ മക്കളുടെ കാര്യം എങ്ങനാ, നിങ്ങളുടെ ഭാവി കാര്യം എങ്ങനാ? ഞങ്ങളോട് പറയട്ടെ, നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങിയാൽ നമ്മുടെ കാര്യം, നമ്മുടെ ഭാവി കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി കാര്യം
അവരുടെ ലാക്ടോജെൻഡർ മുതൽ MBBS അഡ്മിഷൻ വരെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നതെന്ന് ധൈര്യത്തോടെ എനിക്ക് പറയാൻ കഴിയും. ഹല്ലേലൂയ. കഴിഞ്ഞ 25 വർഷമായി ഈ ദേശത്ത് പാർത്ത് കർത്താവിനെ സാക്ഷീകരിപ്പാൻ എല്ലാത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ഒരു ജീവിതമേ ഉള്ളൂ, അത് വേഗം തീർന്നു പോകും. എന്നാൽ നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നത് എന്നേക്കും നിലനിൽക്കും. ജിം എലിയറ്റിൻ്റെ ആ കൊട്ടേഷൻ ഞാൻ ഓർക്കുകയാണ്. നമുക്കൊരു ജീവിതമേ ഉള്ളൂ, അത് നമ്മൾ കർത്താവിന് വേണ്ടി ചിലവഴിച്ചാൽ. C.T. സ്റ്റട്ടിൻ്റെ കൊട്ടേഷനാണ്, ഒരു ജീവിതം അത് ദൈവത്തിന് വേണ്ടി ചിലവഴിച്ചാൽ അതെന്നേക്കും നിലനിൽക്കുന്നതായിത്തീരും. യേശു പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ, അല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകാനിടയായിത്തീരും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ വായിക്കുന്നു, ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഞാൻ മാനസാന്തരപ്പെട്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ യേശുവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ നശിച്ചു പോകേണ്ടവനായിരുന്നു. എന്നാൽ യേശു എൻ്റെ ജീവിതത്തിൽ വന്നതാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ആ യേശുവാണ് എനിക്ക് ആശ തന്നത്, നിത്യജീവൻ തന്നത്. എന്നെ കേൾക്കുന്ന എൻ്റെ പരിചയക്കാരുണ്ടെന്ന് എനിക്കറിയാം, എൻ്റെ നാട്ടുകാരെന്നെ കേൾക്കുമെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ജോസ്മോൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ യേശു നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. ആ യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയും. നമ്മൾ മാനസാന്തരപ്പെടുന്നെങ്കിൽ, നമ്മുടെ പാപങ്ങളെ വിട്ടു തിരിയുവാൻ തയ്യാറാകുന്നെങ്കിൽ, യേശു നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, യേശു നമ്മുടെ പടകിൽ വന്നാൽ നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ, ആശയുള്ള ഒരു ജീവിതം തരുവാൻ, സമാധാനമുള്ള ഒരു ജീവിതം തരുവാൻ യേശുവിന് കഴിയുമെന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. എന്നെ ശ്രമിക്കുന്ന നിങ്ങളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇപ്പോഴാകുന്ന രക്ഷാദിവസം, യേശുവിനെ നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്നെങ്കിൽ, ഈ യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം വിട്ടുകൊടുക്കുന്നെങ്കിൽ, യേശു പറയുന്നത് അനുസരിപ്പാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, യേശു നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ അത് നിങ്ങൾക്കൊരു നഷ്ടമല്ല, നിങ്ങൾക്കതൊരു ലാഭമാ. യേശു കയറിയ ഒരു പടകം മുങ്ങിയിട്ടില്ല. യേശു കയറിയ പടക അക്കരെ എത്തുക തന്നെ ചെയ്യും. യേശു ഉള്ള ജീവിതം ലക്ഷ്യത്തിലെത്തും. എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ യേശുവിനെ സ്വീകരിക്കുക, ഈ യേശുവിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ യേശു നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും. എന്നെ അനുഗ്രഹിച്ച യേശു നിങ്ങളെയും അനുഗ്രഹിക്കും. എന്നെ നടത്തുന്ന യേശു നിങ്ങളെയും നടത്തും. കർത്താവ് അതിനായി ഇതെല്ലാവരെയും സഹായിക്കട്ടെ. ഈ അവസരം തന്ന കർത്താവിന്റെ ദാസനും എന്നെ ശ്രവിച്ച ആരോമ TV-യിലുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിൻ്റെ ആ ചെപ്പ്, ആ കലവറ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസ്മോൻ പത്രോസിന് ദൈവസന്നിധിയിൽ വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി പങ്കുവയ്ക്കുവാൻ കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജനിച്ചു വളർന്ന പശ്ചാത്തലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു നാമധേയ ക്രൈസ്തവ കുടുംബത്തിൽ ജീവിതം ആരംഭിച്ചു. ഇന്ന് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുവാനും അതിൻ്റെ സന്തോഷം അനുഭവിക്കുവാനും കടന്നു വന്ന ആ പാതകൾ എന്ന് പറയുന്നത് അസാധാരണമായ ചില അനുഭവങ്ങളിലൂടെയാണ്. കല്ലും മുള്ളും നിറഞ്ഞതായ ഏറെ കഠിന അനുഭവങ്ങളിലൂടെ കയറിയിറങ്ങി ഇന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു പാത്രമായി, സാക്ഷ്യമായി രൂപാന്തരപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു മദ്യപാനിയുടെ മകൻ എന്ന നിലയിൽ ആ ഒരു നിലവാരത്തിൽ ഒരു പക്ഷെങ്കിൽ തിരിഞ്ഞു പോകാമായിരുന്നു. ദാരിദ്ര്യവും ബുദ്ധിമുട്ടും പട്ടിണിയുമൊക്കെ കഷ്ടതകളൊക്കെ നിറഞ്ഞതായ ആ ഒരു ബാല്യം, 5 മക്കള് സഹോദരങ്ങളായിട്ട് എല്ലാവരും ഉള്ളപ്പോൾ അതിൻ്റെതായ പരിമിതികളൊക്കെ അന്നുണ്ടായിരുന്നു. എങ്കിലും അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമൊക്കെ
നേടുവാൻ ദൈവം സഹായിച്ചു. കോളേജ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അക്രമ രാഷ്ട്രീയം പല നിലകളിൽ നമ്മെ പ്രസിദ്ധരാക്കി. എന്നാൽ ആ പേരും പ്രശസ്തിയും ഒരിക്കലും നിലനിൽക്കുന്ന ഒന്നായിരുന്നില്ല. അതൊക്കെ വെള്ളത്തിലെ നീർക്കുമ്പള പോലെ വേഗത്തിൽ അത് മായ്ച്ചു കളഞ്ഞു. കർത്താവിൻ്റെ ക്രൂശിലെ സ്നേഹത്തിൻ്റെ ആ കവിഞ്ഞൊഴുക്കിനാൽ ആ പാപക്കറകളൊക്കെ മാഞ്ഞുപോയി. ഉണ്ടായിരുന്ന എല്ലാ കേസുകളും ദൈവം തമ്പുരാൻ എടുത്തു കളഞ്ഞു. ഇന്ന് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവനായി തീരുവാൻ ഇടയായി തീർന്ന ആ സാഹചര്യം. ശാലേം ഗോസ്പൽ വോയിസിലെ സുവിശേഷകരായ 2 യൗവനക്കാര് അറിയിച്ചതായ ആ സത്യസുവിശേഷത്തിൻ്റെ ആ മാറ്റൊലി, ആ ആഴമേറിയ ആ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തെ സ്വാധീനിച്ചു. ആ സഹോദരങ്ങൾ ഒരു സാധാരണ വ്യക്തിയായിരുന്നില്ല, പകരം ദൈവം അയച്ച തൻ്റെ ദൂതന്മാരായിരുന്നു എന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ശമരിയാക്കാരൻ, നല്ല ശമരിയാക്കാരനെ കുറിച്ച് നമുക്ക് തിരുവെഴുത്തുകളിൽ വായിക്കുവാൻ കഴിയുന്നു. ആ കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ട് മരണത്തിന് വിധേയപ്പെട്ട് കിടന്നതായ ആ വ്യക്തിയുടെ അടുക്കലേക്ക് നല്ല ശമരിയാക്കാരൻ വന്നതുപോലെ അതിനു മുൻപ് പലരും വന്നു വഴിമാറിപ്പോയപ്പോൾ കർത്താവിൻ്റെ ദാസൻ ജോസ്മോൻ എന്ന് പറയുന്ന വ്യക്തിയെ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുവാൻ വേണ്ടി ആ സഹോദരന്മാരെ ദൈവം അന്നവിടെ ഉപയോഗിച്ചു. അവരറിയിച്ച ആ സുവിശേഷം ഹൃദയത്തിൽ കോറിയിടുവാനും ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിച്ച് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും ഇടയായി തീർന്ന മാറ്റം. ഇന്നും എത്രയോ പ്രിയപ്പെട്ടവർ അവരുടെ ജീവിതത്തിൽ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ, സമാനതകളില്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി യേശുവിനെ അറിയുവാൻ, യേശുവിനെ നല്ല സാക്ഷ്യം വഹിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഠിനമേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയതുകൊണ്ട് ഇന്ന് അതികഠിനമായ സാഹചര്യങ്ങളിൽ പതറിപ്പോകാതെ നിൽക്കുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സാധാരണ നമ്മളൊരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല. അതെ, കഠിനമേറിയ ആ സാഹചര്യങ്ങളിൽ ദൈവം അന്ന് ഒരുക്കിയെടുത്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇന്ന് ഈ ഗ്വാളിയർ എന്ന് പറയുന്ന ചമ്പൽക്കാടുകളുടെ ഇടയിൽ, ആ ദേശത്ത് സങ്കീർണമായ സാഹചര്യങ്ങൾ, നരഭോജികളുടെ നടുവിൽ കർത്താവിനെ അറിയിക്കുവാൻ, സുവിശേഷം പ്രസംഗിക്കുവാൻ, യേശുവിൻ്റെ സ്നേഹം ഉയർത്തി കാണിക്കുവാൻ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ ഏറെ കഠിനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയെങ്കിലും കർത്താവ് കൂടെ ഇരിക്കുന്നല്ലോ. ഇനിയും കർത്താവ് കൂടെ ഇരിക്കട്ടെ. സൗഖ്യം, ആരോഗ്യവും ദീർഘായുസ്സും കർത്താവ് തരട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ശ്രേഷ്ഠമേറിയ ശുശ്രൂഷ തുടർമാനമായി ആമേൻ അഭംഗരം കൂടാതെ തുടരുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഒരു നിമിഷം അരോമ ടിവിയിലെ ശ്രോതാക്കളെ, നിങ്ങൾ ഈ ദൈവദാസനെ, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ കുടുംബത്തെ നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഓർക്കുക, പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ഈ ദൈവദാസന കുടുംബത്തിനും ആവശ്യമാണ്. കർത്താവിൻ്റെ വേലയിൽ ശക്തമായി ഇനിയും നിലകൊള്ളുവാൻ, മുന്നേറുവാൻ, കർത്താവിൻ്റെ ഉത്തമ സാക്ഷ്യം വഹിക്കുവാൻ ദൈവദാസനെ ദൈവം ഉപയോഗിക്കട്ടെ. ഒരുപക്ഷെങ്കിൽ ജയിലിലെ ഒരു തടവറയിലോ അല്ലെങ്കിൽ എന്നേ മൺമറഞ്ഞു പോകേണ്ടുന്ന ഒരു വ്യക്തിയെ സ്വർഗത്തിലെ ദൈവം ജീവിതത്തിൽ നായകനായി കടന്നു വന്നപ്പോൾ ഉണ്ടായ അതിഭയങ്കരമായ മാറ്റം, ഞങ്ങളെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു യുവാവ്, യുവതി, മാതാവ്, പിതാവ്, സഹോദരങ്ങൾ, നിങ്ങൾ ആരെങ്കിലും ഇതുപോലുള്ള വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ അതെ, യേശുവിന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയും. യേശുവിന് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയും. യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. യേശുവിന് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, മാറ്റം വരുത്തുവാൻ കഴിയും എന്ന് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കുമോ? യേശു നിങ്ങളുടെ ഭവനത്തിലേക്ക് വരട്ടെ, ഹൃദയത്തിലേക്ക് വരട്ടെ, ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ, പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കട്ടെ. പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസൻ ജോസ്മോൻ അവറുകൾ ചുരുക്കം വാചകങ്ങൾ ഈ നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രിയ കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. എന്നെ രക്ഷിച്ച യേശുവേ, എൻ്റെ ജീവിതത്തിൽ വന്ന് എൻ്റെ പടകിന് ലക്ഷ്യം തന്ന, എൻ്റെ ജീവിതത്തെ മാറ്റിയ അതേ യേശു ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളുടെ ജീവിതത്തിൽ
സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത, ലക്ഷ്യമില്ലാത്ത ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നെങ്കിൽ കർത്താവെ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ പടകിൽ കർത്താവ് കയറി കർത്താവ് അവരെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിനെ കർത്താവായി സ്വീകരിച്ചിട്ടില്ലാത്തവർ ശ്രദ്ധിക്കുന്നെങ്കിൽ ഇന്ന് യേശുവിനെ കർത്താവായും രക്ഷിതാവായും സ്വീകരിച്ച് ഒരു നല്ല ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു നല്ല ലക്ഷ്യമുള്ള ജീവൻ നയിപ്പാൻ കർത്താവെ, ശ്രോതാക്കളെ നീ സഹായിക്കണം. നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസ്മാൻ പത്രോസ്. അവർ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടുള്ളതായ നന്ദി, സ്നേഹോത്തരത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ പിന്നെയും കർത്താവ് അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരുള്ളതായ നന്ദി, സ്നേഹോത്തരത്തിൽ അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമ മഹിപ്പെടുക മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ വിവരം അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ സാക്ഷ്യം ഈ ചാനൽ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഞങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവവുമായി വീണ്ടും കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.